UK തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്കാണ് വിജയം. 345 സീറ്റുകളിലാണ് ലേബർ പാർട്ടിയുടെ വിജയം. കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും എന്നാണ് സൂചന. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഋഷി സുനക് അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്തായാലും ബ്രിട്ടനിൽ അധികാരമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഋഷി സുനക്കിന്റെ ആ നിലപാടും. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട? ലക്ഷ്മി, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 348ഓളം സീറ്റുകളിലാണ് ഇപ്പോൾ റിസൾട്ടുകൾ വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം 650 അംഗ പാർലമെൻറ്റിൽ 326 സീറ്റ് നേടുമ്പോൾ തന്നെ കേവല ഭൂരിപക്ഷമാകും ഭരിക്കാനുള്ള, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷമാവുകയും ചെയ്യും. ഈ 326 എന്ന നമ്പർ കടന്ന് ലേബർ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഈ 326 എന്ന മാജിക് നമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാർ ഉണ്ടാക്കുമെന്ന കൃത്യമായ സൂചന തന്നെ അതിൽ നിന്ന് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഋഷി സുനക് തൻ്റെ പരാജയം ഏറ്റെടുക്കുകയും അത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം 410ലേറെ സീറ്റുകളിലാണ് ലേബർ പാർട്ടി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറ്റു പാർട്ടികളുടെ സാന്നിധ്യവുമുണ്ട്. 144 സീറ്റുകളിൽ മാത്രമാണ് കൺസർവേറ്റീവ് പാർട്ടി മുന്നേറുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കൺസർവേറ്റീവ് പാർട്ടി 144 സീറ്റുകളിൽ മാത്രം മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു തിരിച്ചടി, 14 വർഷത്തിന് ശേഷം വലിയൊരു തിരിച്ചടി ഈ ഋഷി സുനകിൻ്റെ നേതൃത്വത്തിനുണ്ടായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആ പരാജയത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുന്നുവെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും അത് പറഞ്ഞതിന് ശേഷം കെയർ സ്റ്റാർമറെ, അതായത് ലേബർ പാർട്ടിയുടെ നേതാവായ കെയർ സ്റ്റാർമറെ, ഇനി വരാനിരിക്കുന്ന പ്രധാനമന്ത്രി, നിയുക്ത പ്രധാനമന്ത്രി എന്നൊക്കെ പറയാവുന്ന വ്യക്തിയെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് ഒരു ധൃതി പിടിച്ച പരിപാടിയായി പോയി ബ്രിട്ടനിൽ എന്നൊരു സൂചനയെല്ലാം തന്നെ വരുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, മെയ് 22-ന് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. വാർത്താമാധ്യമങ്ങളൊന്നും തന്നെ അറിയാത്ത ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നേരിട്ടെത്തി പാർലമെൻറ്റ് പിരിച്ചുവിടുന്നതിന് ഉള്ള നിർദ്ദേശം രാജ്ഞിക്ക് നൽകുന്നതിന് വേണ്ടി പോകുന്നു എന്ന് പറയുന്ന ആ രീതിയിലൊരു ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയായിരുന്നു. അതിനെ കാരണമായി കണ്ടത്, അതായത് സാമ്പത്തിക മുന്നേറ്റം, അവരുടെ സാമ്പത്തിക സർവേകളിലെല്ലാം തന്നെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക ഔദ്യോഗിക സർവേകളിലെല്ലാം തന്നെ രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെടുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ, വീഴ്ചയിൽ നിന്നും കരകയറുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിൻ്റെ നേട്ടം മുതലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഋഷി സുനക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആ തീരുമാനം തന്നെ തെറ്റായിപ്പോയി എന്ന് വളരെ കൃത്യമായി ഇപ്പോൾ മനസ്സിലാകുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ ഒരു ഇടവേള മാത്രമായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു ഇടവേള മാത്രമായിരുന്നു പ്രഖ്യാപനത്തിനുണ്ടായിരുന്നത്. അത്രയും അപ്രതീക്ഷിതമായി വന്നൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിൻ്റെ പിന്നിലെ ആ ഒരു ഇൻറ്റൻഷനെ സംശയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, കൃത്യമായൊരു പ്രചരണം ലേബർ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. 14 വർഷം സ്വാഭാവികമായും വലിയൊരു ഭരണവിരുദ്ധ വികാരം തന്നെ ബ്രിട്ടനിലെ നിലവിലുള്ള സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ തിരിച്ചടികൾ പലതും സെക്രട്ടറിമാരെല്ലാവരും തന്നെ, ക്യാബിനറ്റ് സെക്രട്ടറിമാരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ക്യാബിനറ്റ് പദവിയുള്ളവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കെയർ സ്റ്റാർമർ 2 മണ്ഡലങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കെയർ സ്റ്റാർമർ 410 സീറ്റിൻ്റെ നേട്ടം, 410 സീറ്റിൻ്റെ ലീഡ്, 410 സീറ്റുകളിൽ കൃത്യമായി മുന്നേറുകയും ചെയ്യുകയാണ്. ഇനി മാറ്റത്തിന് തയ്യാറായിക്കൊള്ളുക എന്ന് ലേബർ പാർട്ടി നേതാവ് പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ആ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, അതൊരു മധ്യവർത്തി ഇടതുപക്ഷ, അല്ലെങ്കിൽ മധ്യവർത്തി വലതുപക്ഷ സംവിധാനമായി നിലനിൽക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ, അതായത് തീവ്ര വലതുപക്ഷമല്ല, ഇടതുപക്ഷവുമല്ലാത്ത ഒരു മധ്യവർത്തി വലതുപക്ഷമാകുമ്പോൾ ഒരു പൊതു സ്വീകാര്യത ഈ ആശയങ്ങൾക്ക് ആ രാജ്യത്തുണ്ടായിട്ടുണ്ട്, യുവാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ കുടിയേറ്റങ്ങൾ വർദ്ധിക്കുന്നു, അത്തരത്തിലുള്ള നിരവധിയായ പരാതികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രതികൂലമായി സർക്കാരിന് ഭവിച്ചു എന്ന് തന്നെയാണ് ഈ റിസൾട്ടിൽ നിന്നും പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇന്ന് രാവിലെയോടെ വരാൻ ആരംഭിക്കുകയും ഇപ്പോൾ ഏതാണ്ട് കൃത്യമായ ലീഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും വലിയൊരു ആഘാതം തന്നെയാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ടോറി വോട്ടുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൺസർവേറ്റീവുകളുടെ വോട്ടുകൾ, ആ ഒരു വോട്ട് ഷെയർ മണ്ണൊലിച്ചു പോകുന്ന ഒരു സാഹചര്യം, നമുക്കൊക്കെ പറയാവുന്നത് പോലെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് പറയുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി നേരിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 14 വർഷത്തെ പാപഭാരം ചുമക്കേണ്ട അവസ്ഥയിലാണ് കൺസർവേറ്റീവ് പാർട്ടി എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ച് ലേബർ പാർട്ടിയിലൊരു പ്രതീക്ഷയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് ചെറു പാർട്ടികളും വൻ മുന്നേറ്റം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.